ഹലോ, അപ്പം നമുക്കിന്ന് വെലങ്ങാട് വരെ ഒന്ന് പോയാലോ. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച് വെലങ്ങാട് വരെ പോകണം, എന്നാൽ ഒന്ന് വീഡിയോ ചെയ്താലോ എന്ന്. അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം കേട്ടോ. കണ്ണാടി നോക്കി കുറേ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. പക്ഷേ കണ്ണാടി എൻ്റെ വീക്ക്നെസ് ആയിപ്പോയി. കണ്ണാടി മുമ്പിൽ നിന്ന് കുറച്ച് ഗോഷ്ടി കാണിച്ചില്ലെങ്കിൽ അന്ന് എനിക്ക് ഉറക്കം വരികയാണ്. അങ്ങനെ ചേട്ടനോട് കുറച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ എനിക്കിട്ട് തല്ലിയിട്ട് പോയി. ദുഷ്ടൻ, കുശുമ്പ് വേറെ എന്ത്, നമുക്ക് തിരിഞ്ഞു കുശുമ്പാന്ന്. അങ്ങനെ ഇപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ഒരുങ്ങി. എൻ്റെ ഡ്രസ്സ് കൊള്ളാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഐലൈനറും കുറച്ച് ലിപ്സ്റ്റിക്കെല്ലാം വാരി തേച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു, സുന്ദരമായിട്ടുണ്ട്. ചെറിയൊരു പൊട്ടും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിക്കെന്തായാലും കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂക്കുത്തിയും പോയി. പോവാണെങ്കിൽ പോട്ടെ. ഇതാട്ടോ എൻ്റെ പേഴ്സ്. ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? ഞാൻ ഇറങ്ങാൻ ഇരുന്നപ്പോൾ കൊണ്ട് 2 പേരും കൂടി ഞാനും വരട്ടെ എന്ന് പറഞ്ഞ വഴക്ക്. പിന്നെ ഞാൻ ചക്രേനെ കൊണ്ടാട്ടോ പോയത്. ഞങ്ങൾ പോകുന്ന വഴിയാട്ടോ ഇത്. ഏതാ സൂപ്പർ വഴിയില്ലേ. ഇതാട്ടോ ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ വലിയ പള്ളി, സെൻറ്റ് അൽഫോൺസ ചർച്ച്. അപ്പം ഞങ്ങളുടെ ഇടവകയാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സ്കൂളാണ്. ഇത് ഞാൻ പഠിച്ച സ്കൂളാട്ടോ. ഇതിങ്ങനെയൊന്നായിരുന്നില്ല, ഇപ്പോൾ ഒത്തിരി പുരോഗമിച്ചു. പഴയ ബിൽഡിംഗ് എല്ലാം പൊളിച്ച് പുതിയ ബിൽഡിങ്ങൊക്കെ ആക്കി. ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എത്ര ബിൽഡിങ് വന്നാലും എനിക്ക് ആ പഴയ കാലമായിരുന്നു കേട്ടോ ഇഷ്ടം. അതായിരുന്നു രസം. അതിലെല്ലാം ഓടിക്കളിച്ച് അതിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയ്ക്കും. എന്താ പറയുക, നമ്മുടെ ആ കഴിഞ്ഞു പോയ കാലം ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ലല്ലോ, എന്ത് ചെയ്യാനാണ്. അങ്ങനെ ഞങ്ങൾ ഇത് വേറെ അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്തി. അത് പുറന്നപ്പല്ലേ കേട്ടോ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വെലങ്ങാട് ടൗണിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നിറച്ചും വണ്ടിയാണ്, ഈശ്വര, അല്ലാത്ത ഒറ്റ വണ്ടി ഉണ്ടാവില്ല. ഇതിപ്പോൾ അങ്ങോട്ട് ഇങ്ങ് വരെ വണ്ടികളെ. ഇപ്പം എൻ്റെ വണ്ടി എവിടെ വെക്കും എന്നുള്ള സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എവിടെയെങ്കിലും കുത്തിക്കയറ്റാന്ന് വിചാരിച്ചു. കിട്ടി കുറച്ച് സ്ഥലം കിട്ടി. ഞാൻ അവിടെ കുത്തിക്കയറ്റി. പക്ഷെ അവിടെ സെറ്റായില്ല കേട്ടോ. കാരണം ബസ് പുറകിൽ കിടക്കുന്നത് കൊണ്ട് അഥവാ അവരെടുക്കുമ്പോഴേ എൻ്റെ വണ്ടിയും കൊണ്ട് പോയാൽ എൻ്റെ പണി തീർന്നു. അങ്ങനെ ഞാൻ കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. എൻ്റെ ചെയ്യാനല്ലേ, അതിനെ കുന്തി എനിക്കാവുന്നില്ല അതിനെ ഉന്തിക്കൊണ്ട് നടക്കാൻ. പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പം ഞാൻ ചക്കരോട് പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ. പിന്നെ വലിയ ബിൽഡപ്പ് ഞങ്ങൾ വെലങ്ങാട് പോയല്ലോ, ഞങ്ങളുടെ റേഷൻ കടയിലാട്ടോ ആദ്യം പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങി. ഞങ്ങളുടെ സ്പെഷ്യലായിട്ടോ ഇന്ന് ചിക്കൻ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ചേട്ടനോട് പറഞ്ഞു, ചിക്കൻ ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ തരുമെന്ന്. അപ്പോഴത്തേനും ചിക്കൻ ചേട്ടൻ പറഞ്ഞു 2 മിനിറ്റ് ഞാൻ ഇപ്പം റെഡിയാക്കി തരാമെന്ന്. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യണേന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പുറത്തെ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ കുറച്ച് ഐറ്റംസ് തീർന്നു പോയി. അപ്പോൾ അതും ഒന്ന് ഫില്ല് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ ചേട്ടനോട് അതും വാങ്ങിച്ചു, സവോള വാങ്ങിച്ചു, അങ്ങനെ എല്ലാ സാധനവും വാങ്ങിച്ചു. അങ്ങനെ പൈസയും കൊടുത്തു, ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ വീട്ടിലായതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് വെപ്രാളുണ്ടായിരുന്നു വേഗം എത്താൻ വേണ്ടി. പിന്നെ നമ്മുടെ റോഡൊക്കെ നല്ലതായതുകൊണ്ടാട്ടോ കുറേ വീഡിയോ ഒക്കെ നമ്മൾ എടുക്കാണ്ടായി പോയത്. കാരണം വണ്ടി കുടുങ്ങി ലാസ്റ്റ് എൻ്റെ ഫോൺ താഴെ പോകുന്നുള്ള പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം വലിയ നിരപ്പിലെത്തുമ്പോൾ, നല്ല റോഡെത്തുമ്പോൾ കേട്ടോ വീഡിയോ പിടിക്കുക. അല്ലാത്ത സമയത്ത് വീഡിയോ ഓഫാക്കാൻ പറയും. എനിക്ക് പേടിയാണ് എൻ്റെ ഫോണ് പോയാൽ എന്നാ ചെയ്യാനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് പേടിച്ചാട്ടോ വീഡിയോ പകുതി ചെയ്യുക. കാരണം അത് കയ്യിൽ നിന്ന് ഒന്നാമത് ചക്കരൻ്റെ കയ്യിലും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതിലൊന്നും വണ്ടി പോലും പോകുന്നു. എനിക്ക് ചില സമയത്ത് സംശയം തോന്നും. അതുപോലെയാണ് ഗൈസ്, പോകാതിരിക്കാൻ പറ്റിയല്ല. കണ്ടോ ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് കുലുങ്ങി ലാസ്റ്റ് പിന്നെ ഞങ്ങൾ കുലുക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം വീടിൻ്റെ അവിടെ എത്താനായി. പാവം ചക്കര കുറേയൊക്കെ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് അവൾ പിടിച്ച് എനിക്ക് വീഡിയോ പിടിച്ച് തന്നു. പാവം എന്നാ ചെയ്യാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഗൈസ്. അയ്യോ ഞാൻ മടുത്തു. ഹെൽമെറ്റ് വെക്കുക എന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാനും കൂടി ആവില്ല, കാരണം മുടിയെല്ലാം കൂടെ പരന്നു. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തേനത് മതിയല്ലോ. അപ്പോൾ ബായ്.